പാറൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വൈകുന്നേരം കൊച്ചു കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയൊരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. ഇത് നൂലപ്പം പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മധുരം ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ ഇതിന് നമുക്ക് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് പൊടിയിലേക്ക് ഒഴിക്കണം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇത് തീരെ നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നൂലപ്പം ഉണ്ടാക്കുന്ന പാകത്തിന് കുഴച്ചെടുക്കണം. നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ആഡ് ചെയ്യണം. ഒന്നിച്ച് വെള്ളം ഒഴിച്ചാൽ ഭയങ്കരമായിട്ട് കട്ടയായിട്ടൊക്കെ പോയാൽ നമുക്കത് കുഴച്ച് മയപ്പെടുത്തി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പാകത്തിന് കുഴച്ചെടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകാൻ പാടില്ല, കുറയാനും പാടില്ല. അപ്പം നമ്മളുടെ മാവ് നന്നായിട്ട് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ, മാവ് കുറവായതുകൊണ്ട് ലേശം നെയ്യ്, നെയ്യ് ഒഴിച്ച് കഴിയുമ്പോൾ നല്ല മയം വരും. അതുകൊണ്ടാണ് നമ്മൾ നെയ്യ് കുറച്ചൊഴിക്കുന്നത്. ഇത് ആദ്യം വേണമെങ്കിൽ ഒഴിക്കണം കേട്ടോ. നെയ്യ് ഇപ്പോൾ ഒഴിച്ച നെയ്യോ അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. പക്ഷേ ഈ സ്നാക്സ് ആകുമ്പോൾ നമുക്ക് നെയ്യാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി ഈ സമയത്ത് നമുക്ക് ഈ പാനിലേക്ക് ഈ തേങ്ങ ഇട്ടിട്ട് നാളികേരത്തിലേക്ക് നമുക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് പതിയെ ഒന്ന് ചൂടാക്കണം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഈ പാൻ വയ്ക്കാം. ഇതൊന്ന് പതിയെ ഒന്ന് ചൂടായി വരണം. ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഈ ശർക്കരയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പാകത്തിനായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളുടെ ഈ മാവ് നല്ല മയമായിട്ടുണ്ട്. ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് വെറുതെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് മാത്രമേ കാണിച്ചു വെച്ചിട്ടുള്ളൂ. കുഴച്ചൊന്നും മയപ്പെടുത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഏലക്കയുടെ കുരു ഇത് നമുക്ക് ഈ സേവാനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. കൈയൊന്ന് കഴുകട്ടെ. സേവനാഴി അടച്ചിട്ട് ഇനി നമുക്ക് ഇതിങ്ങനെ പതിയെ തിരിച്ചു കൊടുക്കാം. മതി, ഇത്രയും മതി. ഒരെണ്ണത്തിന് ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഈ ശർക്കര ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതായത് ഒരു റോള് മാതിരി ഇരിക്കും. ഒത്തിരി ശർക്കരയൊന്നും വെക്കണ്ട. ഒത്തിരി ശർക്കരയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മധുരം ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വയ്ക്കാം. റോള് പോലെയാണല്ലോ നമ്മൾ എടുക്കണേ. അപ്പോൾ
കുറച്ച് വെച്ചാൽ മതി. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് അത് ഫില്ലാവാൻ വേണ്ടി മാത്രം വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇങ്ങനെ റോളാക്കി ഉരുട്ടി കൊടുക്കാം. സാവധാനം ചെയ്ത് കൊടുക്കണേ. ഇതിങ്ങനെ ഉരുണ്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് നെയ്യോ എണ്ണയോ ഒക്കെ പുരട്ടി കൊടുക്കണം. എങ്കിൽ മാത്രമേ നന്നായിട്ട് ഉരുണ്ട് വരത്തുള്ളേ. ഇനി നമുക്കിത് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എണ്ണ നമ്മളൊന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിലെ എണ്ണ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് വിട്ടു പോരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളുടെ ഈ സേവനാഴി നല്ല സ്മൂത്തായിട്ടിത് പോരും. എനിക്ക് ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നു സ്റ്റീലിൻ്റെ. അത് ഇങ്ങനെ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കത് വരത്തില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര കഴുത്തിന് വേദന, അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വന്നു. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങനത്തത് വാങ്ങിച്ചത്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഇത് ചെറുതായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഒത്തിരി മധുരം ഓവറായിട്ട് വെച്ച് കൊടുക്കണ്ട, കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് ഫില്ല് ചെയ്യുമ്പോൾ ഇത് റോളാക്കി കഴിഞ്ഞാൽ നമ്മളിത് കടിക്കുമ്പോൾ കഴിക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ മധുരം അത്രേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. കണ്ടോ, ഇങ്ങനെ മടങ്ങി വരണം. ഇത് നമ്മളിപ്പോൾ രാവിലെ നൂലപ്പം ഉണ്ടാക്കുവാണെങ്കിൽ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അത് തന്നെ കൊടുത്തു കഴിയുമ്പോഴേക്കും അവർക്കതൊരു ഇഷ്ടക്കേട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ഒരു ബോറടി മാറ്റാൻ വേണ്ടി നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇവിടെ കൊച്ചു കുട്ടികളൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നമുക്കിതൊന്ന് തുറന്ന് വെന്തോന്ന് നോക്കാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കിയിട്ട് എടുക്കാം. നല്ല ആവി കൈ കൊള്ളുന്നുണ്ട്. ഈ സക്സസ് ആയി വെച്ചു. ഇതാണ് നമ്മുടെ പലഹാരം. നമ്മൾ കുട്ടികൾക്ക് ചിക്കൻ റോളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണിത്. ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചാൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. നമുക്ക് നാളെ വേറൊരു വീഡിയോയുമായിട്ട് കാണാം.